മുളപ്പിച്ച പയർ കൊണ്ട് രുചികരമായിട്ടുള്ളൊരു റെസിപ്പി നോക്കിയാലോ. ഇപ്പോൾ പയർ മുളപ്പിക്കാനൊക്കെ എല്ലാവർക്കും അറിയാമെന്നായിരിക്കും. ഞാനിവിടെ മിക്സഡ് ആയിട്ടാണ് പയർ വർഗ്ഗങ്ങൾ എടുത്തിട്ടുള്ളത്. അപ്പോൾ നമ്മൾ ഏകദേശം ഒരു 8-10 മണിക്കൂർ പയറിങ്ങനെ വെള്ളത്തിലിട്ട് വെച്ചതിന് ശേഷം അതൊന്ന് അരിപ്പയിലേക്ക് മാറ്റി കൊടുക്കുക. അപ്പോൾ ഏകദേശം ഒരു ദിവസം കൊണ്ട് തന്നെ മുള വന്ന് തുടങ്ങും. അപ്പോൾ പിറ്റത്തെ ദിവസം ആകുമ്പോഴത്തേക്ക് ഇതുപോലെ നല്ല മുള കിട്ടും. അപ്പോൾ തീർച്ചയായിട്ടും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. അരിപ്പയിൽ വേണമെങ്കിൽ നിങ്ങൾക്കൊരു കോട്ടൺ തുണി വെച്ചിട്ട് അതിൽ ഇതുപോലെ ഇങ്ങനെ ഈ ഒരു പയർ ഇട്ടിട്ട് അങ്ങനെ മൂടി വെച്ചാൽ മതി. ഇടയ്ക്കൊന്ന് വെള്ളം തളിച്ച് കൊടുക്കണം. അത് ഇടയ്ക്കിടെ ഒന്ന് നോക്കുക എത്രത്തോളം മുള വരുന്നെന്നുള്ളത്. അപ്പോൾ അങ്ങനെ നോക്കിയിട്ട് വെള്ളം തളിച്ച് കൊടുക്കുക. ഒരുപാട് വെള്ളം തളിച്ച് കൊടുക്കരുത്, അപ്പോഴതങ്ങ് ചീഞ്ഞു പോകും, വല്ലാത്തൊരു സ്മെല്ലും ഉണ്ടാകും. അപ്പോൾ അത് നോക്കിയിട്ട് ചെയ്യുക. അപ്പോൾ അങ്ങനെ പയർ മുളപ്പിക്കുന്ന വീഡിയോ ഒക്കെ ഇട്ടിട്ടുണ്ടായിരുന്നു ഞാൻ. അപ്പോൾ ആവശ്യമുള്ളവർക്ക് വേണമെങ്കിലൊന്ന് നോക്കാം. അപ്പോൾ ഈ പയറൊക്കെ മുളപ്പിച്ച് കഴിക്കുന്നത് അറിയാമല്ലോ നിങ്ങൾക്കല്ലേ. തന്നെ പയർ എന്ന് പറയുന്നതിന് പ്രോട്ടീൻ്റെ കലവറയാന്ന് പറയാം. അപ്പോൾ മുളപ്പിച്ച് കഴിക്കുമ്പോൾ അതിൻ്റെ ഗുണങ്ങൾ ഒന്നുകൂടി കൂടിയുള്ളൂ. അപ്പോൾ ഈ ഒരു റെസിപ്പി എങ്ങനെ ഉണ്ടാക്കുന്നതെന്ന് നമുക്ക് നോക്കാം. അപ്പോൾ ഞാനിവിടെ ഒരു ബൗളിലേക്ക് കുറച്ച് പയർ എടുക്കുന്നുണ്ട്. അപ്പോൾ പയർ എന്ന് പറയുന്നത് നമ്മൾ എടുക്കുന്ന ആദ്യം കടലയാണ്. അപ്പോൾ വെള്ളക്കടല എടുക്കുന്നുണ്ട്. അതുപോലെ തന്നെ നമ്മൾ കറുത്ത കടലയും എടുക്കുന്നുണ്ട്. അപ്പോൾ എല്ലാം സെയിം അളവിലാണ് എടുത്തത്. പിന്നെ നമ്മൾ എടുക്കുന്നത് ചെറുപയറാണ്. അപ്പോൾ ചെറുപയർ വേഗം മുളച്ച് കിട്ടും. അപ്പോൾ അത് വേണമെങ്കിൽ പെട്ടെന്ന് മുളക്കാൻ വേണ്ടിയിട്ട് വേറെ സെപ്പറേറ്റിംഗ് ഒക്കെ മാറ്റിയിട്ട് മുളപ്പിച്ചെടുക്കാം. ഈ കടല കുറച്ച് ടൈം എടുക്കും, കറുത്ത കടല പ്രത്യേകിച്ചിട്ട് കുറച്ച് ടൈം എടുക്കുന്നതാണ്. അപ്പോൾ അങ്ങനെ വേണമെങ്കിൽ സെപ്പറേറ്റ് നിങ്ങൾക്ക് കുതിർത്ത് വെച്ചിട്ട് മുളപ്പിച്ചെടുക്കാം. പക്ഷേ ഞാനിത് ഒരുമിച്ചാണ് ചെയ്യുന്നത്. ഒരുമിച്ച് ചെയ്ത് കഴിഞ്ഞാൽ എന്ന് പറയുമ്പോൾ ചെറുപയറിന് ഒരുപാട് നല്ല മുള വരും. പിന്നെ ബാക്കി രണ്ടും കുറച്ച് ചെറിയ അളവിൽ അത് ഉണ്ടാവുള്ളൂ, മുള വരുള്ളൂ. അപ്പോൾ നമ്മളിത് കുതിരാൻ വെച്ചിട്ട് ഏകദേശം 8 മണിക്കൂർ ആയിട്ടുണ്ട്. ഒന്നുകിൽ അങ്ങനെ രാവിലെ കുതിർത്തിട്ട് വൈകുന്നേരം ഒന്ന് നല്ലോണം കഴുകിയിട്ട് അരിപ്പയിലേക്ക് മാറ്റാം, അല്ലെങ്കിൽ തലേന്ന് രാത്രി കുതിർത്തിട്ട് രാവിലെ ഒന്ന് അരിപ്പയിലേക്ക് മാറ്റിയാലും മതി. അപ്പോൾ ഇത് നല്ലോണം തന്നെ കുതിർന്ന് കിട്ടിയിട്ടുണ്ട്. കടലയൊക്കെ ഇങ്ങനെ നിങ്ങളൊന്ന് പ്രസ് ചെയ്ത് നോക്കുമ്പോൾ അത് 2 ഭാഗമായിട്ട് അങ്ങനെ സ്പ്ലിറ്റായിട്ട് കിട്ടും. അപ്പോൾ ഇനിയിപ്പോൾ നല്ലോണം കഴിക്കാനും ശേഷം ഇതുപോലുള്ള ഒരു അരിപ്പയിലേക്കൊന്ന് മാറ്റി കൊടുക്കുന്നുണ്ട്. ഞാനൊരു കോട്ടൺ ഇതുപോലുള്ള ടവൽ വെച്ച് കൊടുത്തിട്ടാണ് ഇത് അതിലേക്ക് ഇട്ട് കൊടുക്കുന്നത്. അപ്പോൾ ടവലിൽ വെള്ളത്തിൻ്റെ ആ ഒരു കണ്ടൻറ്റ് ഉണ്ടായിരിക്കണം. ടവൽ വെള്ളത്തിലൊന്ന് മുക്കിയിട്ട് പിഴിഞ്ഞിട്ടാണ് ആ ഒരു ഇതിലേക്ക് ഇട്ട് കൊടുക്കുന്നത്. ഇനിയിപ്പോൾ നമ്മളിത് ഇതുപോലെ ഒന്ന് മടക്കി കൊടുക്കുന്നുണ്ട്. അപ്പോൾ ഇത് ഏകദേശം ഒരു ദിവസം ആകുമ്പോഴത്തേക്ക് നമുക്കിതൊന്ന് നോക്കാം. ഇടയ്ക്കൊന്ന് വെള്ളം വേണമെങ്കിൽ ആവശ്യമായിട്ട്, അതായത് ടവൽ ഡ്രൈ ആയി നിൽക്കുന്നുണ്ടെങ്കിൽ ഒന്ന് വെള്ളം ഇടയ്ക്കൊന്ന് തളിച്ചു കൊടുത്താൽ മതി. അപ്പോൾ ഇടയ്ക്കൊന്ന് ചെക്ക് ചെയ്യണം സ്മെല്ല് വരുന്നുണ്ടോ, അല്ലെങ്കിൽ വെള്ളത്തിൻ്റെ ആ ഒരു കണ്ടൻറ്റ് ഇല്ലാണ്ടുണ്ടെങ്കിൽ അങ്ങനെയൊക്കെ നോക്കിയൊന്ന് ചെക്ക് ചെയ്യുക. അപ്പോൾ ഇത് നല്ലപോലെ തന്നെ ഏകദേശം ഒരു 1-1.5 ദിവസം ആകുമ്പോഴത്തേക്ക് നല്ലോണം ഒന്ന് മുളച്ച് കിട്ടിയിട്ടുണ്ട്. ഏകദേശം എൻ്റെ ചെറുപയറിൻ്റെ മുളയാണ് നല്ലോണം നിൽക്കുന്നത്. ബാക്കി രണ്ടും കുറച്ച് മാത്രമേ വന്നിട്ടുള്ളൂ കേട്ടോ. ചെറുപയറിന് പെട്ടെന്ന് മുള വരും. അതുകൊണ്ട് നേരത്തെ പറഞ്ഞ പോലെ വേണമെങ്കിൽ നിങ്ങൾക്ക് അങ്ങനെ സെപ്പറേറ്റ് ആയിട്ട് അങ്ങനെ മുളപ്പിച്ചെടുക്കാം. അപ്പോൾ ഇനി നമുക്ക് റെസിപ്പി ഉണ്ടാക്കാൻ തുടങ്ങാം. അപ്പോൾ ഇത് ഒരുപാട് അളവിൽ ഉള്ളതുകൊണ്ട് ഞാൻ കുറച്ച് ഭാഗം അങ്ങ് മാറ്റി വെക്കുന്നുണ്ട് വേറൊരു റെസിപ്പി ഉണ്ടാക്കാൻ വേണ്ടിയിട്ട്. അപ്പോൾ കുറച്ച് അളവിൽ നമ്മൾ ഉച്ചക്കേക്കുള്ള ആ ഒരു തോരനാണ് ഉണ്ടാക്കുന്നത്. ഇത് വെച്ചിട്ട് ഹെൽത്തി ആയിട്ടുള്ളൊരു തോരനാണ്. അപ്പോൾ അതിന് വേണ്ടിയിട്ട് മാത്രം കുറച്ച് അളവിൽ ഞാനിവിടെ എടുക്കുന്നുണ്ട്. അപ്പോൾ ഇത് ഒന്നുകൂടി കഴുകിയിട്ട് നമുക്ക് കുക്കറിലേക്ക് അങ്ങ് മാറ്റി കൊടുക്കാം. അപ്പോൾ ഇങ്ങനെ മുളച്ച് കഴിഞ്ഞാൽ പിന്നെ കുക്കറിലിട്ടിട്ട് ഒരുപാടങ്ങ് വിസിൽ വെച്ചിട്ട് വേവിക്കേണ്ട ആവശ്യമില്ല, പെട്ടെന്ന് തന്നെ വെന്ത് കിട്ടും. അത് വിസിലൊക്കെ ഫ്ലെയിമൊക്കെ നോക്കിയിട്ട് നിങ്ങൾ അഡ്ജസ്റ്റ് ചെയ്തിട്ട് ചെയ്യുക. കാരണം ചിലപ്പോൾ പെട്ടെന്ന് വെന്ത് ഉടഞ്ഞു പോയി കഴിഞ്ഞാൽ ടേസ്റ്റ് ഉണ്ടാവില്ല. ഇനി ഇതിലേക്ക് നമുക്കൊരു 1/2 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി ചേർത്ത് കൊടുക്കാം. അതുപോലെ തന്നെ ആവശ്യത്തിനുള്ള ഉപ്പും ചേർത്ത് കൊടുക്കാം. പിന്നെ ഇത് വേവാൻ ആവശ്യമായിട്ടുള്ള വെള്ളം ചേർത്ത് കൊടുത്താൽ അത് ഒരുപാടങ്ങ് ചേർക്കണ്ട. ഇത്രയും മാത്രം മതി, ഏകദേശം ഒരു 1/4 ഗ്ലാസ്. എന്നിട്ട് നല്ലപോലെ ഒന്ന് മിക്സ് ചെയ്തിട്ട് നമുക്കിതൊന്ന് വേവിച്ചെടുക്കാം. അപ്പോൾ അത് വേവുന്ന സമയം കൊണ്ട് നമുക്ക് കുറച്ച് കാര്യങ്ങളും കൂടി ചെയ്യാനുണ്ട്. ഒരു ചട്ടി അടുപ്പത്ത് വെച്ചിട്ടുണ്ട്. അപ്പോൾ ചട്ടി ചൂടാകുന്ന സമയത്ത് അതിലേക്ക് നമുക്ക് വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കാം. വെളിച്ചെണ്ണ ഏകദേശം ഒരു 2 ടേബിൾ സ്പൂൺ എടുത്തിട്ടുണ്ട്. വെളിച്ചെണ്ണ കൂടുതൽ അളവിൽ എടുത്തു കഴിഞ്ഞാൽ നല്ല ടേസ്റ്റ് തന്നെയാണ്. അതുപോലെ ഇതുപോലുള്ള റെസിപ്പീസൊക്കെ ഉണ്ടാക്കുന്ന സമയത്ത് വെളിച്ചെണ്ണ തന്നെ എടുക്കുക. അപ്പോൾ ചട്ടി ചൂടായി വെളിച്ചെണ്ണയൊക്കെ ചൂടാകുന്ന സമയത്ത് അതിലേക്ക് കുറച്ച് കടുകും കുറച്ച് കറിവേപ്പിലയും ചേർത്തിട്ട് ഒന്ന് വഴറ്റിയെടുക്കാം. പിന്നെ അതിലേക്ക് ഒരു 3-4 വെളുത്തുള്ളി ഇങ്ങനെ ചെറുതായിട്ടൊന്ന് നീളത്തിൽ ഇങ്ങനെ അരിഞ്ഞതാണ് ചേർക്കുന്നത്. പിന്നെ കുറച്ച് ചെറിയ ഉള്ളിയും ചേർക്കുന്നുണ്ട്. ഒരു 4-5 എടുത്താൽ മതി. അതൊന്ന് ചതക്കിയിട്ടാണ് ചേർത്ത് കൊടുക്കുന്നത്. വെളുത്തുള്ളി വേണമെങ്കിൽ നിങ്ങൾക്ക് ചതക്കിയിട്ട് ചേർത്ത് കൊടുക്കാം. അതുപോലെ തന്നെ ഒരു 3-4 പച്ചമുളകും എടുക്കുന്നുണ്ട്. പച്ചമുളക് കുറച്ച് കൂടുതൽ അളവിൽ എടുക്കുന്നത് നല്ല ടേസ്റ്റ് ആയിരിക്കും. കാരണം അധികം വേറെ ഈ ഉള്ളിയൊക്കെ ഒന്ന് നല്ലോണം ഒന്ന് കളറ് മാറി അതിൻ്റെ പച്ചച്ചുവയൊക്കെ മാറി വരുന്ന സമയത്ത് 1 ടീസ്പൂൺ ചില്ലി ഫ്ലേക്സ് ചേർക്കുന്നുണ്ട്. അപ്പോൾ ചില്ലി ഫ്ലേക്സും അതിൻ്റെ ഒരു പച്ചമണം മാറി വരുന്നവരൊന്ന് വഴറ്റിയെടുക്കണം. ഈ ചില്ലി ഫ്ലേക്സ് ചേർത്ത് കഴിഞ്ഞാൽ ഒരു പ്രത്യേക രുചിയാണ്. അപ്പോൾ മുളക് പൊടിക്ക് പകരം നമ്മൾ ഇതാണ് ചേർക്കുന്നത്. ഇനിയിപ്പോൾ നിങ്ങളെ കയ്യിലില്ലെങ്കിൽ നിങ്ങൾക്ക് സാധാരണ നമ്മളെ വറ്റൽമുളക് ഉണ്ടല്ലോ, അതൊന്ന് വറുത്തിട്ട് മിക്സീൻ്റെ ജാറിലിട്ടൊന്ന് പൊടിച്ചെടുത്താൽ മതി. അതുപോലെ തന്നെ ഞാനൊരു ചെറിയ സവാളൻ്റെ പകുതിയും കൂടിയും ചേർക്കുന്നുണ്ട്. ചെറിയ സ്ലൈസായിട്ട് അരിഞ്ഞതാണ്. ഇതും കൂടിയും ചേർക്കുമ്പോൾ ഒരു പ്രത്യേക രുചിയാണ്. കുഞ്ഞുള്ളി ഒരിക്കലും സ്കിപ്പ് ചെയ്യരുത്, അത് വേറെ തന്നെ ഒരു ടേസ്റ്റാണ്.
അപ്പോൾ ഇതാ അതെല്ലാം കൂടി നല്ലപോലെ ഒന്ന് മിക്സ് ചെയ്തെടുക്കുന്നുണ്ട്. നമ്മളെ ആ ഒരു ഉള്ളീൻ്റെ കളറൊക്കെ ഒന്ന് മാറി ചെറുതായിട്ടൊന്ന് വഴന്ന് വരുന്നവരെ നമുക്കിതൊന്ന് വേവിച്ചെടുക്കണം. അപ്പോൾ ചെറിയ ഫ്ലെയിമിലിട്ടിട്ട് ഒന്ന് കുക്ക് ചെയ്യാം. അപ്പോൾ നമ്മൾ ഉള്ളി ഇതാ നല്ലപോലെ ഒന്ന് വാടി കിട്ടിയിട്ടുണ്ട്. ഇനി നല്ലപോലെ മിക്സ് ചെയ്തതിന് ശേഷം നമുക്കിതിലേക്ക് കുറച്ച് തേങ്ങ ചേർത്ത് കൊടുക്കാം. തേങ്ങ ഒരു 1/4 കപ്പോളം ചേർത്ത് കൊടുക്കുന്നുണ്ട്. അതും കൂടിയും ചേർത്തിട്ട് നല്ലപോലെ ഒന്ന് വഴറ്റിയെടുക്കുന്നുണ്ട്. അപ്പോൾ തേങ്ങ ഒരു ഇത്തിരി അളവിൽ കൂടുതൽ ചേർത്ത് കഴിഞ്ഞാൽ നല്ല ടേസ്റ്റാണ്. അപ്പോൾ അതിനുശേഷം നമ്മൾ വേവിച്ച് കൊണ്ടുവന്ന നമ്മളെ പയർ വർഗ്ഗങ്ങൾ ഇതിലേക്ക് ചേർത്ത് കൊടുക്കുന്നുണ്ട്. അപ്പോൾ വെള്ളത്തോട് കൂടി തന്നെയാണ് ചേർത്തത്. അപ്പോൾ അതിൻ്റെ വെള്ളത്തിലും ആ ഒരു വൈറ്റമിൻ അടങ്ങിയിരിക്കുന്നുണ്ടാവില്ല. അപ്പോൾ അതുകൊണ്ട് അത് കളയേണ്ട ആവശ്യമൊന്നുമില്ല. വെള്ളം ഉണ്ടെങ്കിൽ തന്നെയാണ് നമ്മൾ ചട്ടിയിലിട്ടിട്ട് അതൊന്ന് കുറച്ച് എന്താ പറയുക ഡ്രൈ ആക്കി എടുത്താൽ മതി. നമ്മൾ ഒരു പയർ വെന്തിട്ടുണ്ടെങ്കിൽ വേഗത്തിൽ തന്നെ ഡ്രൈ ആക്കി എടുക്കണം. അപ്പോൾ വെന്തിട്ടില്ലെങ്കിൽ കുറച്ച് ചെറിയ ഫ്ലെയിമിലിട്ടിട്ട് വെള്ളം ഒന്ന് വറ്റിച്ചെടുത്താൽ മതി. അപ്പോൾ ഞാനിത് ചെറിയ ഫ്ലെയിമിലിട്ടൊന്ന് മൂടി വെച്ചിട്ടൊന്ന് കുക്ക് ചെയ്തെടുക്കുന്നുണ്ട്. കാരണം പയർ കുറച്ച് വേവ് കുറവാണ്. നമ്മളെ ചെറുപയർ മാത്രമേ ഒന്ന് അത്യാവശ്യത്തിന് വന്നിട്ടുള്ളൂ, മറ്റേത് കുറച്ച് വേവ് കുറവായിരുന്നു. അപ്പോൾ അതുകൊണ്ട് കുറച്ച് സമയം കൂടി ഒന്ന് വേവിച്ചെടുക്കുന്നുണ്ട്. അപ്പോൾ വെള്ളമെല്ലാം ഏകദേശം ഒന്ന് വറ്റി കിട്ടിയിട്ടുണ്ട്. നല്ലപോലെ വീണ്ടും ഒന്ന് മിക്സ് ചെയ്തെടുക്കാം. അപ്പോൾ വളരെ രുചികരമായിട്ടുള്ള ഒരു തോരനാണ്. ചോറിൻ്റെ കൂടെ നല്ല ഹെൽത്തി ആയിട്ടുള്ളൊരു സൈഡ് ഡിഷും കൂടിയാണ്. അപ്പോൾ ഇത് മാത്രം മതിയാകും നമുക്ക് ചോറ് കഴിക്കാൻ. വേറെ ഒരു കറീൻ്റെ ആവശ്യം പോലുമില്ല. അത്രയും ഹെൽത്തിയാണ്. അതുപോലെ തന്നെ ഇത് വെറുതെ കഴിക്കാനും നല്ല ടേസ്റ്റാണ്. നമുക്കിതൊരു നേരത്തെ ഭക്ഷണമായിട്ട് തന്നെ കഴിക്കാം. ഒരു ഡിന്നറായിട്ടോ അല്ലെങ്കിൽ സ്നാക്സ് പോലെ ചായയുടെ കൂടെയോ അങ്ങനെയും കഴിക്കാം. ഇത്രയും ഹെൽത്തി ആയിട്ടുള്ള ഒരു റെസിപ്പി തീർച്ചയായിട്ടും ട്രൈ ചെയ്ത് നോക്കുമെന്ന് വിചാരിക്കുന്നു. ട്രൈ ചെയ്തിട്ട് ഫീഡ്ബാക്ക് പറയാൻ മറക്കരുത്. അപ്പോൾ കുട്ടികൾക്കൊക്കെ വളരെ നല്ലതാണ്. ഈ പ്രോട്ടീൻ ഇതൊക്കെ അടങ്ങിയിരിക്കുന്നതുകൊണ്ട് തന്നെ നമ്മളെ മുടി വളർച്ചയ്ക്കായി കഴിഞ്ഞാലും അതുപോലെ സ്കിന്നിനും ഒക്കെ വളരെ നല്ലതാണിത്. അതുപോലെ തടി കുറക്കാൻ ആഗ്രഹിക്കുന്നവർക്കൊക്കെ ഇത് ഒരു നേരം ഭക്ഷണത്തിൽ ഉൾപ്പെടുത്താം. അപ്പോൾ ഹെവി ഫുഡ് കഴിക്കുന്നതിൽ നിന്നും നമുക്കിത് കഴിച്ചാൽ തന്നെ ഇത് വയറ് ഫുള്ളായി നിൽക്കുന്ന ആ ഒരു ഇതുണ്ടാകും. അപ്പോൾ വീഡിയോ ഇഷ്ടമായാൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും അതുപോലെ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യാനും മറക്കരുത്. അടുത്ത വീഡിയോയിൽ നമുക്ക് വേറൊരു ഹെൽത്തി ആയിട്ടുള്ള റെസിപ്പി ആയിട്ട് കാണാം. താങ്ക്